ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ക്രിട്ടിക്കൽ റീസണിങ് സെക്ഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺക്ലൂഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സോ നോർമലി ഈ ഒരു അസംഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ കൈകാര്യം ചെയ്യുന്നത്, പക്ഷേ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടെ മാറി ചിന്തിക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് ചാപ്റ്ററാണ് സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ. സോ ഒരു 10-20 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ട്രിക്കും പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ഐഡിയാസ് എന്താണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ള് കാണാൻ ശ്രമിക്കുക. കാരണം അതിന്ന് എന്തെങ്കിലുമൊക്കെ പുതിയ പോയിന്റ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്തത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. സോ കംപ്ലീറ്റ് ലാസ്റ്റ് വരെ എന്ത് ചെയ്യുക കാണാം. അപ്പോൾ നോർമലി എന്താണ് കൺക്ലൂഷൻ, എന്താണ് അസംഷൻ, ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഡിഫറൻസസ് എന്താ? അപ്പോൾ ആ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ നോർമലി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് കൺക്ലൂഷൻ്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അസംഷൻ്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നമുക്ക് എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യുക നോക്ക്. കൺക്ലൂഷൻ, അസംഷൻ. അസംഷൻ എടാ, നമ്മളൊരു കൺക്ലൂഷൻ പറയാം. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് 100% ശരിയായിരിക്കും. 100% ശരിയാവുന്ന കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് കൺക്ലൂഷൻ ശരിയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് 100% ട്രൂ ആവുന്ന കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺക്ലൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ നേരെ മറിച്ച് അസംഷനിലേക്ക് വരുന്ന സമയത്ത് അത് 100% ശരിയാവണം നിർബന്ധമൊന്നുമില്ല. 100% ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് 100% ശരിയാവണ്ട, അതിനെക്കാട്ടും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 100% കൺക്ലൂഷൻ പോലെ ശരിയാവണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പോയിന്റ്. അപ്പോൾ അസംഷൻ നമുക്ക് എന്തും ചിന്തിക്കാം. നമ്മളൊരു ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ അസംഷനും ശരിയാണ്. നോക്കുന്ന സമയത്ത് എല്ലാം ശരിയാണ്. അസംഷൻ അല്ലേ, അത് ശരിയാവാണ്ടിരിക്കാം. ഇപ്പോൾ സപ്പോസ് പറയുകയാണ് ഇന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ സാധ്യതയാണ്. നമ്മൾ 100% നമ്മൾ അവിടെ ഒരു ഷുവർട്ടി പറയുന്നില്ല. അപ്പോൾ നോർമലി നമ്മളെ ഡേ ടു ഡേ ലൈഫ്, ഞാൻ വീണ്ടും പറയുന്നു, പ്രാക്ടിക്കൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ അസംഷനും ശരിയാവണം അല്ലേ. സോ അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ടഫ്നെസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മുന്നിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെങ്കിൽ ചാപ്റ്റർ വളരെ ഈസി ആയിരുന്നു. പക്ഷെ അങ്ങനെയല്ല. സ്റ്റേറ്റ്മെൻറ്റ് അസംഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം നോർമലി എല്ലാ അസംഷനും ശരിയല്ല, ചില അസംഷൻ അവിടെ ഡിഫറെൻ്റ് ആണ്. സോ ഡിഫറെൻ്റ് ആവുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആക്കുന്നത് എന്ത് പോയിന്റ് കൊണ്ടാണ്. സോ ഇതാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ അസംഷൻ എന്ന് പറയുന്നത് എല്ലാ കേസിലും നമ്മളെ ഡേ ടു ഡേ ലൈഫും റിലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് എല്ലാ അസംഷനും ശരിയാവണം. പക്ഷെ നോർമലി ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് പോയിന്റാണ് ശ്രദ്ധിക്കുന്നത്? എല്ലാ അസംഷനും ശരിയാവുന്നത് ക്വസ്റ്റ്യൻസോടെ വരാറില്ലല്ലോ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അസംഷനിലേക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇത്ര കാര്യം മാത്രം നോക്കിയാൽ മതി. ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടാണോ കൺക്ലൂഷൻ വരുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടാണോ കൺക്ലൂഷൻ അല്ല അസംഷൻ വരുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആണോ നോക്കുക. ഇനി വരുന്ന അസംഷൻ രണ്ട് രീതി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഒന്നുമില്ല, സ്റ്റേറ്റ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഈ രണ്ട് ട്രിക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ വീണ്ടും അടുത്തടുത്ത കണക്ട് ചെയ്ത് പറയാം. പക്ഷേ ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ വരുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ആ കണക്ട് ചെയ്യുന്ന അസംഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യരുത്. സ്റ്റേറ്റ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്യരുത്. മനസ്സിലായോ? സ്റ്റേറ്റ്മെൻറ്റിന് വിഭിന്നമായിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, അസ്യൂം ചെയ്യരുത്. സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും പക്കയായിട്ടിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റിനെ എതിർക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിന് ശരിയല്ലാത്ത രീതിയിലോ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയാണ് അസംഷൻ വരുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് ഫോളോ ചെയ്യൂല. അപ്പോൾ വീണ്ടും പറയാം, ഈ ഫോളോ ചെയ്യുമെന്ന് പറയുന്നത് രണ്ട് കേസിലാണ്. നമ്മൾ ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് പറയും. ഇംപ്ലിസിറ്റ് അസംഷൻ, എക്സ്പ്ലിസിറ്റ് അസംഷൻ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് കൺഫ്യൂഷൻ അടിക്കരുത്. ഇംപ്ലിസിറ്റ് നമ്മൾ ഫോളോ ചെയ്യാന്ന് പറയുന്ന മീനിങ് ഇംപ്ലിസിറ്റ് ആണെന്നാണ്. ഇപ്പോൾ ഒരു അസംഷൻ ഇംപ്ലിസിറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ആ അസംഷൻ ഫോളോ ചെയ്യും, അത് ട്രൂ ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല ഒരു അസംഷൻ എക്സ്പ്ലിസിറ്റ് ആവാന്ന് മീൻസ് അതെന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ചെയ്യൂല, അത് നൈദറിലേക്ക് പോകും. മനസ്സിലായല്ലോ? സോ ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഇംപ്ലിസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യും, ആ അസംഷൻ ഫോളോ ചെയ്യും. എക്സ്പ്ലിസിറ്റ് ഫോളോ ചെയ്യൂല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, രണ്ട് കേസാണ്. നമ്മുടെ മുന്നിലുള്ള എന്തൊക്കെ അസംഷൻ ആയിക്കോട്ടെ വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റ് ചെയ്ത് തരുന്ന അസംഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യോ ഒപ്പോസ് ചെയ്യോ അത് നമുക്ക് നോക്കാൻ പറ്റും. കാരണം അത് വെച്ച് റിലേറ്റ് ചെയ്താൽ മതിയല്ലോ. നമ്മുടെ ലോജിക്ക് അനുസരിച്ച്, ജനറൽ നോളജ് അനുസരിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ യുക്തിപരമായിട്ട് ചിന്തിക്കുക ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ജനറൽ നോളജ് ഉപയോഗിക്കരുത്, നമ്മുടെ ഓവർ തിങ്ക് ചെയ്യരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ കേസിൽ ഒന്നും കൂടെ പറയുന്നു, അങ്ങനെ ചിന്തിച്ചാലും നമ്മൾ എന്ത് ചെയ്യരുത്, സ്റ്റേറ്റ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യാത്ത രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല.
ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റിനെ ഒപ്പോസ് ചെയ്യരുത്. ക്ലിയർ ആണോ? പക്ഷേ വേറൊരു കാര്യം, സ്റ്റേറ്റ്മെന്റ് തന്നെ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോൾ അസംഷൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെന്ന് നിർബന്ധം നമുക്ക് പറയാനും പറ്റൂല. കൺക്ലൂഷൻ ചെയ്ത സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യം വെച്ചിട്ട് മാത്രമേ നമുക്ക് കൺക്ലൂഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കേസിൽ അസംഷൻ്റെ ചാപ്റ്ററിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ 100% ആ അസംഷനുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും അവിടെ സ്റ്റേറ്റ്മെന്റ് പറയണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അസംഷനെ പറഞ്ഞ ഏതൊരു പോയിന്റ് ആയിക്കോട്ടെ അത് എന്ത് ചെയ്യരുത്, സ്റ്റേറ്റ്മെന്റിനെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യരുത്. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ട് മാറരുത്. രണ്ടാമത്തെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് ഇല്ലോജിക്കൽ ആവരുത്. നമ്മൾ എന്താണ് ഇല്ലോജിക്കൽ എന്നുള്ളത് എന്താണ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇല്ലോജിക്കൽ ആവരുത്. സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ കൺക്ലൂഷൻ ഇല്ലോജിക്കൽ ആവരുത്. ഈ രണ്ട് കണ്ടീഷൻ മാത്രം ശ്രദ്ധിക്കുക. ഈ ഒപ്പോസ് ചെയ്യരുത്, ഇല്ലോജിക്കൽ ആവരുത്. ബാക്കിയുള്ള എല്ലാ കണ്ടീഷനും ഈ രണ്ട് കണ്ടീഷൻ ഒഴിച്ചിട്ടുള്ള ഈ രണ്ട് കാറ്റഗറി പെടുത്താൻ പറ്റാത്ത ബാക്കിയുള്ള എല്ലാ അസംഷനും ഫോളോ ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മനസ്സിലാവും ഞാൻ പറയുന്നത്. നമ്മൾ എപ്പോഴും ക്ലാസിഫൈ ചെയ്യുന്നു. അസംഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ എടുക്കുന്നു, ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യൂലോ, അസംഷൻ ഫോളോ ചെയ്യോ, എക്സ്പ്ലിസിറ്റ് ആണോ ഇംപ്ലിസിറ്റ് ആണോ നോക്കുന്നത്. ആദ്യ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കും, രണ്ടാമത്തെ കൺക്ലൂഷൻ ഇല്ലോജിക്കൽ ആണോ നോക്കും, പിന്നെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ റിലേറ്റ് ആവുന്നുണ്ടോ നോക്കും. സോ അങ്ങനെയാണെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യുന്നതാണ് പറയാം, ഇത് രണ്ടും അല്ലെങ്കിൽ. സോ ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് കണ്ടീഷൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. സോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അപ്പോൾ ഇതുവരെ ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇത്രയും കണ്ടന്റ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. നോക്കടാ, എ കാർ ഹാഡ് ഡ്രിവൺ ഓഫ്. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പറയുന്നത്, എ കാർ ഹാഡ് ഡ്രിവൺ ഓഫ് ദ റോഡ് ആൻഡ് ഹിറ്റ് ദ ട്രീ. ഓക്കെ, റോഡിൽ നിന്ന് തന്നെ മാറുന്നു, ഒരു മരത്തെ കൊണ്ടിടിക്കുന്നു. ദ റോഡ് വാസ് നോട്ട് ഗുഡ്. റോഡ് എന്തല്ല, അത്ര നല്ലതൊന്നുമല്ല. ദ ഡ്രൈവർ വാസ് എഫിഷ്യന്റ് ഇനഫ്. പക്ഷെ എന്താണ് ഡ്രൈവർ എഫിഷ്യന്റ് ആണ്. അപ്പോൾ ഓരോ ലൈൻ ബൈ ലൈൻ ശ്രദ്ധിക്കണം. ഡ്രൈവർ എന്താണ്, എഫിഷ്യന്റ് ആണ്. ഹി ഹാഡ് ഡ്രിവൺ ദ കാർ ഫോർ ദ ലാസ്റ്റ് 15 years. 15 കൊല്ലമായിട്ട് കാർ ഓടിച്ച് പരിചയമുള്ള ആളാണ്. എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാലും ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. ശരിയാണ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇനി അസംഷനിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് അസംഷൻ പറയുന്നു ദ ആക്സിഡന്റ് ഒക്കേർഡ് ഡ്യൂ ടു ഡ്രൈവർ. ആക്സിഡന്റ് ഒക്കേർഡ് ഡ്യൂ ടു ഡ്രൈവർ. രണ്ടാമത്തത് ദർ വാസ് എ മെക്കാനിക്കൽ ഫോൾട്ട് ഇൻ ദ കാർ. ദ ആക്സിഡന്റ് ഹാപ്പൻ ഡ്യൂ ടു എ ബാഡ് റോഡ്. അപ്പോൾ ശ്രദ്ധിക്കും. അപ്പോൾ നോർമലി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നു, അസംഷനിലേക്ക് വരുന്നു. നമ്മളെ പ്രാക്ടിക്കൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോജിക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ശരിയാണ്, ഇതൊക്കെ അസംഷനാണ്. നമുക്ക് എന്ത് വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. നോർമലി നമുക്ക് എന്ത് വേണമെങ്കിൽ ചിന്തിക്കാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ലോജിക്ക് വെച്ചിട്ട് ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. എന്ത്, ദ ആക്സിഡന്റ് ഒക്കേർഡ് ഡ്യൂ ടു ഡ്രൈവർ. ശരിയായിക്കൂടെ, ഡ്രൈവറിന്റെ അപാകത മൂലം വേണമെങ്കിൽ ആക്സിഡന്റ് വരാലോ, അസംഷൻ ആണല്ലോ. പക്ഷേ ഇവിടെ ഇത് എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നോക്ക്, ദ ആക്സിഡന്റ് ഒക്കേർഡ് ഡ്യൂ ടു ഡ്രൈവർ നമുക്ക് ശരിയാണെന്ന് പറയണമെങ്കിൽ നമ്മളിത് ശരിയായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ദ ഡ്രൈവർ വാസ് എഫിഷ്യന്റ് ഇനഫ്. അപ്പോൾ ഇത് ശരിയാന്ന് പറയുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു അസംഷൻ സ്റ്റേറ്റ്മെന്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യൂലേ, ഒപ്പോസ് ചെയ്യൂലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഓരോ അസംഷൻ എടുക്കുക, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ ഒപ്പോസ് ചെയ്യുന്നുണ്ടോ ഉള്ള കാര്യം നോക്കിയാൽ മതി. ക്ലിയർ? അപ്പോൾ ദ ആക്സിഡന്റ് ഒക്കേർഡ് ഡ്യൂ ടു ഡ്രൈവർ നമ്മൾ ശരിയാക്കി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അസംഷൻ എന്താണ്, എക്സ്പ്ലിസിറ്റ് ആണ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വാ. രണ്ടാമത്തെ അസംഷനിലേക്ക് വരുന്ന സമയത്ത് ദർ വാസ് എ മെക്കാനിക്കൽ ഫോൾട്ട് ഇൻ ദ കാർ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ കാറിൽ മെക്കാനിക്കൽ ഫോൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഈ ചാപ്റ്റർ ഏതാടാ, കൺക്ലൂഷൻ അല്ല, അസംഷൻ ആണ്. വേണമെങ്കിൽ വന്നൂടെ, കാറിൽ മെക്കാനിക്കൽ ഫോൾട്ട് വേണമെങ്കിൽ വന്നൂടെ. അതിൽ പുതിയ കാറാണ് അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണ് അല്ലെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഈ മെക്കാനിക്കൽ ഫോൾട്ട് ഒന്നും ഇല്ലാന്നോ അങ്ങനെയൊന്നും അതിൽ പറയുന്നില്ലല്ലോ. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദ കാർ ഹാഡ് ഡ്രിവൺ ഓഫ് ദ റോഡ് ആൻഡ് ഹിറ്റ് എ ട്രീ. ആകെ പറയുന്നത് ദ ഡ്രൈവർ വാസ് എഫിഷ്യന്റ് ഇനഫ്, ഹി ഹാഡ് ഡ്രിവൺ ദ കാർ ഫോർ അറ്റ്ലീസ്റ്റ് 15 years. സോ എന്ത് വരാം, കാറിന്റെ മെക്കാനിക്കൽ ഫോൾട്ട് കാറിൽ വരാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? പക്ഷേ ഒന്നാമത് എന്തുകൊണ്ടാണ് വരില്ല എന്ന് ഞാൻ പറഞ്ഞത്, കാരണം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇയാൾക്ക് എന്തുണ്ട്, 15 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ദ ഡ്രൈവർ വാസ് എഫിഷ്യന്റ് ഇനഫ്. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തത് ക്യാൻസൽ ചെയ്തത്. രണ്ടാമത്തത് വരാം, ഓക്കെ, കുഴപ്പമില്ല. മൂന്നാമത് നോക്ക്, ദ ആക്സിഡന്റ് ഹാപ്പൻ ഡ്യൂ ടു ബാഡ് റോഡ്. അതും ശരിയല്ലേ, കാരണം ദ റോഡ് വാസ് നോട്ട് ഗുഡ്. അതും ഓക്കെയാണ്, സ്റ്റേറ്റ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റിലെ കാര്യം തന്നെയാണ് അസംഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓക്കെയാണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം ശരിയാണ്, 1 വരില്ല. ഏത് ഉത്തരേ വരുള്ളൂ? ബോത്ത്
2 and 3 ആർ ഇംപ്ലിസിറ്റ്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ക്ലിയർ ആവും. അപ്പോൾ നോർമലി ഞാൻ എന്ത് സൊല്യൂഷൻ ആണോ പറയുന്നത് അതിൻ്റെ മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. The government recently announced additional food for work programs or for all the drought affected regions in country. ഇപ്പോൾ രണ്ട് അസംഷൻ പറയാണ്. The government has fund to run these programs. Affected people may be able to get at least 1 meal a day due to these programs. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇവിടുന്ന് വേറെ ഒന്ന് രണ്ട് ട്രിക്സ് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ചിന്തിക്കേണ്ട ആ ഒരു കീ പോയിന്റ്, ആ വഴികൾ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. The government recently announced additional food for work programs for all the drought affected regions in the country. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് അസംഷൻ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിൽ ഫിക്സഡ് ആവാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ നിലപാട് ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ നിലപാടുകളൊന്നും ഈ ഒരു അസംഷൻ ചാപ്റ്ററിലേക്ക് കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഗവൺമെന്റിന് ഫേവർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? നമ്മളെപ്പോഴും ഗവൺമെന്റിനെ ഫേവർ ചെയ്തുകൊണ്ടേയിരിക്കണം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റിൽ പറയുന്ന കാര്യമാണെങ്കിൽ ഗവൺമെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു അസംഷൻ ആണെങ്കിൽ അത് നിങ്ങളത് തെറ്റായിട്ട് കാണണം. മനസ്സിലായോ? ഇതാണ് എൻ്റെ കീ പോയിന്റ്. ഗവൺമെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ആണ് അസംഷൻ വരുന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം, അത് നിങ്ങൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കണക്കാക്കണം, അത് ഫോളോ ചെയ്യൂല. സോ എല്ലാ കേസിലും ആലോചിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. അധികാരികൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ എപ്പോഴും ഫേവർ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ വേണം നിങ്ങൾ അസ്യൂം ചെയ്യാൻ. സോ ഒരു പോയിന്റ് കൂടി പറയാം, നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കണം. പോസിറ്റീവ് തിങ്കിങ്, ഈ രണ്ട് പോയിന്റാണ് ഈ ക്വസ്റ്റ്യൻ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നെഗറ്റീവായിട്ട് ആലോചിക്കാണ്ടിരിക്കുക, പോസിറ്റീവായിട്ട് ഓരോ ക്വസ്റ്റ്യൻസിനെ അല്ലെങ്കിൽ ഓരോ കാര്യത്തിനെ സമീപിക്കുക. അത് മാത്രം പോരാ, ഗവൺമെന്റിന് ഫേവർ ചെയ്യുന്ന രീതിയിലും ചിന്തിക്കണം. ഓക്കെ, അവന്മാരെ എതിർക്കാൻ പോകരുത്. സർക്കാരിനെ എതിർക്കുന്ന രീതിയിൽ ഒരു കൺക്ലൂഷൻ അസംഷൻ വരികയാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് എക്സ്പ്ലിസിറ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഈ രണ്ട് പോയിന്റ് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. സോ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത് നോക്ക്. The government recently announced a additional food for work programs for all drought affected regions in the country. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ഡ്രോട്ട് അഫക്റ്റഡ് റീജിയൻസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു കുറച്ച് പുതിയ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്ത്? അഡീഷണൽ ഫുഡ് വർക്ക് പ്രോഗ്രാംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് അസംഷനിലേക്ക് വരുന്ന സമയത്ത് ദ ഗവൺമെന്റ് ഹാസ് ഫണ്ട് ടു റൺ ദീസ് പ്രോഗ്രാം. ശരിയല്ലേടാ? കാരണം ഗവൺമെന്റിന് പുതുതായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ ഓരോരോ ഇനീഷ്യേറ്റീവ് കൊണ്ടുവരണമെങ്കിൽ ഗവൺമെന്റിന്റെ അടുത്ത് ഫണ്ട് വേണമല്ലോ. ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അനൗൺസ് അഡീഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാംസ്. അപ്പോൾ ഇതിനൊക്കെ ഈ പ്രോഗ്രാം ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഫണ്ട് നിർബന്ധമല്ലേ. അതെന്തായാലും സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് അസംഷൻ എന്താണ്, ശരിയാണ്. രണ്ടാമത്തെ അസംഷനിലേക്ക് വരുന്ന സമയത്ത് അഫക്റ്റഡ് പീപ്പിൾ മേ ബി ഏബിൾ ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 meal a day ഡ്യൂ ടു ദീസ് പ്രോഗ്രാം. അപ്പം നോർമലി ആലോചിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് വെച്ച് കണക്ട് ചെയ്യുക. അഫക്റ്റഡ് പീപ്പിൾ മേ ബി ഏബിൾ ടു ഗെറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, അപ്പോൾ എല്ലാ ആളുകൾക്കും കിട്ടുമോ, അറ്റ്ലീസ്റ്റ് 1 meal a day എല്ലാ അഫക്റ്റഡ് പീപ്പിൾ എല്ലാവർക്കും കിട്ടുമോ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ കിട്ടില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അത് ഗവൺമെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. മനസ്സിലായോ? എടാ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഞാൻ ഈ പറയുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് വേറെയും കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മേ ബി ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, ബോത്ത് 1 and 2 കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഞാൻ പറയുന്ന ഒരു ഐഡിയ നിങ്ങൾ കേൾക്കാണ്ട് പോകരുത്, കാരണം അത് വേറെയും കുറേ ക്വസ്റ്റ്യൻസിൽ ഉപകാരപ്രദമാവുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് അത് ശരിയാവുന്നത്, നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തു. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും യൂസ് ആവും, അല്ലെങ്കിൽ അത് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ശരിയാകുന്നത്. ഗവൺമെന്റിനെ ഫേവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് അഫക്റ്റഡ് പീപ്പിൾ മേ ബി ഏബിൾ ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 meal a day ഡ്യൂ ടു ദീസ് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവരികയാണെങ്കിൽ ഈ ആളുകൾക്കൊക്കെ ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടും. അഫക്റ്റഡ് പീപ്പിളുള്ള ആളുകൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടും. ശരിയാണോ? സോ ഈ സ്റ്റേറ്റ്മെന്റ് അസംഷൻ 1ഉം 2ഉം ശരിയാവും. ബോത്ത് 1 and 2 ആർ ഇംപ്ലിസിറ്റ്. ഓക്കെ അല്ലേ? ശരി, ക്ലിയർ. ഇപ്പം ഇതുവരെ ഓക്കെ ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കും.
ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഹാസ് അനൗൺസ് 50% റിഡക്ഷൻ ഇൻ വാട്ടർ സപ്ലൈ ടിൽ മൺസൂൺ അറൈവ്സ് ഇൻ ദ സിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്തോ. അപ്പോൾ പറയാണ് മൺസൂൺ അറൈവ് ചെയ്യുന്നത് വരെ എന്താ പറയുന്നത്, 50% റിഡക്ഷൻ. ഓൾറെഡി എത്ര പെർസെൻറ്റേജ്, എത്ര വാട്ടർ ആയിരുന്നോ കൊടുത്തോണ്ടിരുന്നത്, എത്ര വെള്ളമാണോ ഓരോരുത്തരും കൊടുത്തോണ്ടിരുന്നത്, അതിനെക്കാട്ടും 50% കുറവായിട്ടാണ്. ഇനി റിഡക്ഷൻ അതിൽ വരും, കാരണം മൺസൂൺ വരുന്നവരെ റിഡക്ഷൻ അതിൽ വരുന്നതാണ് പറയുന്നത്. ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഹാസ് അനൗൺസ് 50% റിഡക്ഷൻ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കുന്നു, അത് ഓക്കെ ആയിട്ട് വെച്ചു. ഇനി രണ്ടാമത്തെ അസംഷനിലേക്ക് വരുന്ന സമയത്ത് നോക്ക്. പീപ്പിൾ മേ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ യൂണിലാറ്ററൽ ഡിസിഷൻ ഓഫ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഈ ഒരു തീരുമാനത്തിനെതിരെ പീപ്പിൾ പ്രൊട്ടസ്റ്റ് ചെയ്യും. പീപ്പിൾ മേ പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നോർമലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇത് എവിടെയാണ് പ്രശ്നം വരുന്നത് ഞാൻ പറഞ്ഞുതരാം. നോർമലി നിങ്ങൾ മേ മൈറ്റ് ഒക്കെ കാണുകയാണെങ്കിൽ, മേ മൈറ്റ് വാക്കുകൾ കാണുകയാണെങ്കിൽ, മേ മൈറ്റ് ക്യാൻ ഇതുപോലെയൊക്കെ വാക്കുകൾ അസംഷനിൽ കാണുന്ന സമയത്ത്, മേ മൈറ്റ് ക്യാൻ പോലെയുള്ള ഇതേപോലത്തെ മോഡൽസ് നിങ്ങൾ അസംഷനിൽ കാണുന്ന സമയത്ത് അത് ശരിയാവാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. ഏറ്റവും കൂടുതൽ ഒരു 90% ചാൻസസിലും അസംഷൻ ശരിയാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ, സാധ്യത, വീണ്ടും പറയുന്നു സാധ്യത. 100% ശരിയാണെന്ന് കൺസിഡർ ചെയ്യരുത്. ചില കേസിൽ നമ്മൾ പറയും മേ മൈറ്റ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, അത് അസംഷൻ ശരിയാവുന്നുള്ള പോയിന്റിലേക്കാണ് പോവുക. പക്ഷെ നോർമലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ വന്നു കഴിഞ്ഞാലും സ്റ്റേറ്റ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അത് തെറ്റായിരിക്കും. ഓക്കെ, എപ്പോഴും എല്ലാ കേസിലും മേ എന്ന് പറയുന്നത് 100% ശരിയായിട്ട് കൺസിഡർ ചെയ്യരുത്. മേ ആയിക്കോട്ടെ, എന്ത് വന്നോട്ടെ, അത് സ്റ്റേറ്റ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്ന് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ഇവിടെ നോക്ക്, പീപ്പിൾ മേ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ യൂണിലാറ്ററൽ ഡിസിഷൻ ഓഫ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ മേ പ്രൊട്ടസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും, ശരിയാണല്ലോ, ഇത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഇല്ലേ നമ്മൾ ചിന്തിക്കൂലേ? പക്ഷേ ആ ചിന്ത ഇവിടെ തെറ്റാണ്. കാരണം ആ ചിന്ത വന്നു കഴിഞ്ഞാൽ അതെന്താണ്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മളവിടെ തീരുമാനം എടുക്കുന്നത്, ഇവർക്ക് എഗെയിൻസ്റ്റ് ആണ് നമ്മളവിടെ ചിന്തിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു കാര്യം ഇങ്ങനെ എഗെയിൻസ്റ്റ് ആവുന്നത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കരുതെന്ന് പറയുന്നത്. കാരണം നമ്മൾ പറയുന്ന കാര്യമൊക്കെ ആ അധികാരികളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർക്ക് ഫേവർ ആവുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ചിന്തിക്കാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു അസംഷൻ തെറ്റാണ്. ഓക്കെ, ക്ലിയർ ആണോ? ആ പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മേ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് അത് 100% ശരിയാണെന്ന് വിചാരിക്കരുത്. രണ്ടാമത്തേലേക്ക് വാ. മുനിസിപ്പൽ കോർപ്പറേഷൻ മേ റെഡ്യൂസ് ഇറ്റ്സ് ടാക്സസ് ഫ്രം ദ റെസിഡൻസ് ആസ് ഇറ്റ് ഫെയിൽ ടു പ്രൊവൈഡ് ആഡിക്വേറ്റ് വാട്ടർ. അപ്പോൾ വീണ്ടും പറയാണ്, ഓൾറെഡി വെള്ളം കൊടുക്കാൻ കുറവാണെങ്കിൽ, ഫെയിൽ ചെയ്യുന്ന സാഹചര്യത്തിൽ ടാക്സ് എങ്കിലും മുനിസിപ്പൽ കോർപ്പറേഷൻ കുറച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും, അത് ശരിയാണല്ലോ, ഓൾറെഡി വെള്ളവും കൊടുക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ വെള്ളം കൊടുക്കുന്നതിന് പകരം കുറച്ച് ടാക്സ് എങ്കിലും കുറച്ച് കൊടുത്തൂടെ. മുനിസിപ്പൽ കോർപ്പറേഷൻ മേ റെഡ്യൂസ് ഇറ്റ്സ് ടാക്സസ് ഫ്രം ദ റെസിഡൻസ് ആസ് ഇറ്റ് ഫെയിൽ ടു പ്രൊവൈഡ് ആഡിക്വേറ്റ് വാട്ടർ. അപ്പോൾ ഇത് ശരിയല്ലേ? ഇതൊരു പോസിറ്റീവ് തിങ്ക് അല്ലേ? പോസിറ്റീവായിട്ടാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഇത് കുറയ്ക്കുന്നില്ലെങ്കിൽ ആൾക്കാർക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ആ ടാക്സ് എങ്കിലും കുറച്ചുകൂടെ നമ്മൾ ചിന്തിക്കുന്നില്ലേ? അതൊരു പോസിറ്റീവ് തിങ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയാണ്, നോർമലി മുനിസിപ്പൽ കോർപ്പറേഷൻ ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഈ അധികാരികൾ നഷ്ടം വരൂലേ? അവർക്ക് എന്താ വരുന്നത്? നഷ്ടം വരൂലേ? ഈ നഷ്ടം വരിക എന്ന് പറയുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ അവർക്ക് ഫേവർ ചെയ്യുന്ന രീതിയാണോ അവർക്ക് എഗെയിൻസ്റ്റ് ആവുന്നതായിട്ടാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഇവിടെ ബേസിക് ആയിട്ട് ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഇവിടെ വരുന്ന പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു സബ്ജക്റ്റിന്, അല്ലെങ്കിൽ അയാൾക്ക് വരുന്ന നഷ്ടം, അല്ലെങ്കിൽ അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അയാൾക്ക് നഷ്ടം വരിക എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലല്ലോ. സോ അതാണ് പറയുന്നത്, ഇവിടെ പീപ്പിളിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ആളുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ സ്റ്റേറ്റ്മെന്റിൽ ആരാണോ പറയുന്നത്, ഇപ്പോൾ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇതേപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നത്, ആ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു, അവർക്ക് എഗെയിൻസ്റ്റ് ആവുന്ന രീതിയിൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കാൻ പോകണ്ട. അതിപ്പോൾ ഈ കേസിൽ കണ്ടില്ലേ, ഇത് നമ്മൾ വിചാരിക്കും പോസിറ്റീവായിട്ടാണ് പറഞ്ഞതെന്നുള്ളത്, പക്ഷേ അത് പോസിറ്റീവ് ആവുന്നത് ആർക്കാ? ഈ ജനങ്ങൾക്കാണ്. പക്ഷേ ആസ് പെർ ദ റൂൾ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്താ വരുന്നത്? അവർക്ക് ലോസ് ആണ് വരുന്നത്. അവർക്ക് ലോസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പോകരുത്. സോ ഈ സ്റ്റേറ്റ്മെന്റും ഈ ഒരു കൺക്ലൂഷനും തെറ്റാണ്. ബോത്ത് അല്ല വരിക, നൈദർ 1 or 2 ഈസ് ഇംപ്ലിസിറ്റ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഉത്തരം നൈദർ ആണ്. മനസ്സിലായോ? പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ചിലപ്പം എന്ത് ചെയ്യും, ബോത്ത് 1 and 2 ആർ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നുള്ള രീതി ഓപ്ഷനിലേക്ക് പോകും, അല്ലെങ്കിൽ 2 എന്തായാലും കൊടുക്കും. 2 ഈസ് ഇംപ്ലിസിറ്റ് എന്ന് എന്തായാലും കൊടുക്കും. പക്ഷേ അത് രണ്ടും അല്ല, നൈദർ 1 or 2 ഈസ് ഇംപ്ലിസിറ്റ്. ഓക്കെ, കുറച്ചെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. In view of the severe heat waves passing through the state, the government has asked all the schools to remain closed for the next fortnight with immediate effect. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ടുണ്ടാവും. അസംഷനിലേക്ക് വരുന്ന സമയത്ത് the heat waves may not continue beyond a fortnight. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഈ സിവിയർ ഹീറ്റ് വേവ്സ് ഈ സ്റ്റേറ്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്തു? എല്ലാ സ്കൂളും അടച്ചിടാൻ തീരുമാനിച്ചു. എന്ന് വരെ?
നെക്സ്റ്റ് ഫോർട്ട് നൈറ്റ് വരെ അതുവരെ ക്ലോസ് ചെയ്തിടാൻ തീരുമാനിച്ചു. അപ്പോൾ നോർമലി അസംഷൻ പറയാണ് ദ ഹീറ്റ് വേവ്സ് മെ നോട്ട് കണ്ടിന്യൂ ബിയോണ്ട് എ ഫോർട്ട് നൈറ്റ്. ശരിയല്ലടാ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ആ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ? കാരണം ഈ ഒരു ഫോർട്ട് നൈറ്റിന് ശേഷം ഹീറ്റ് വേവ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു എന്നുള്ളത് ചെയ്യുമായിരുന്നെങ്കിൽ ഗവൺമെന്റ് കുറച്ചും കൂടെ നീട്ടുമായിരുന്നല്ലോ, ഈ ഒരു ലീവ് നീട്ടുമായിരുന്നല്ലോ. റിമെയിൻ ക്ലോസ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല, ആ ഒരു നെക്സ്റ്റ് ഫോർട്ട് നൈറ്റ് വരെ മതി. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യം എന്താണ്, ഹീറ്റ് വേവ് കണ്ടിന്യൂ ചെയ്യില്ല എന്ന് പറയുന്നത് ഗവൺമെന്റിന് ഫേവർ ചെയ്യുന്ന രീതിയിൽ തന്നെയല്ലേ, ഗവൺമെന്റ് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലല്ലല്ലോ നമ്മൾ തീരുമാനം എടുത്തത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വാ. The parents of the students may not allow their wards to attend the school even after a fortnight. നമ്മൾ ബിഫോറിന്റെ കാര്യം പറയുമ്പോൾ എന്തിനാ ഈ ആഫ്റ്ററിന്റെ കാര്യം പറയുന്നത്? ആഫ്റ്റർ എ ഫോർട്ട് നൈറ്റിൽ പാരന്റ്സ് അലോ ചെയ്യില്ല എന്ന് പറയുന്നത് ഗവൺമെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലല്ലേ. ഗവൺമെന്റ് എന്താ പറയുന്നത്, നെക്സ്റ്റ് ഫോർട്ട് നൈറ്റ് വരെ അടച്ചിട്ടാൽ മതി, അതിനുശേഷവും തുറന്നിട്ട് ഓൾറെഡി ഓപ്പൺ ആണ്, കുട്ടികളെ പാരന്റ്സ് സ്കൂളിലേക്ക് വിടുന്നില്ല എന്ന് പറയുന്നത് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിന് എതിരായിട്ടല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റൂല. സോ സ്റ്റേറ്റ്മെന്റ് ഓൺലി 1 ഈസ് ഇംപ്ലിസിറ്റ്. അത് സ്റ്റേറ്റ്മെന്റ് അല്ല, അസംഷൻ. ഓക്കെ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോടാ? സെറ്റ് അല്ലേ? ഇത്ര മാത്രം നോക്കിയാൽ മതി. സ്റ്റേറ്റ്മെന്റ് ഒപ്പോസ് ചെയ്യുന്നുണ്ടോ ഉണ്ടോ ഇല്ലോ നോക്കുക, ഇല്ലോജിക്കൽ ആണോ നോക്കുക. സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്യുന്ന രീതിയിൽ അസംഷൻ ഇല്ലോജിക്കൽ ആണോ എന്ന് പരിശോധിക്കുക. ഓക്കെ, നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Many people were caught by the railway police while they were trying to cross the railway tracks or imposed heavy penalty before releasing them. Okay. Assumption പറയാണ് people may refrain from crossing railway tracks in future. People may continue crossing railway tracks and pay heavy penalty. അപ്പോൾ നോർമലി ഇത് നമ്മളെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഉത്തരം കിട്ടും. എന്താ പറയുന്നത്, ഒരുപാട് പേരെ മെനി പീപ്പിൾ വർ കോട്ട് ബൈ ദ റെയിൽവേ പോലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളെ റെയിൽവേ പോലീസ് പിടിക്കുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇമ്പോസ് ഹെവി പെനാൽറ്റി ബിഫോർ റിലീസ് ചെയ്യുന്നുണ്ട്. അവരെ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഹെവി പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇനി വീണ്ടും ഈ ഒരു പരിപാടി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? അപ്പോൾ നോർമലി അസംഷൻ പറയാണ് പീപ്പിൾ മേ റിഫ്രെയിൻ ഫ്രം ക്രോസിംഗ് റെയിൽവേ ട്രാക്സ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഹെവി പെനാൽറ്റി ചുമത്തി കഴിഞ്ഞാൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ അവരെന്ത് ചെയ്യില്ല, ഈ ഒരു റെയിൽവേ ക്രോസ് ചെയ്യുന്നത് അതിന് പിന്മാറുമായിരിക്കും, റിഫ്രെയിൻ ചെയ്യുമായിരിക്കും. അപ്പോൾ അതെന്തായാലും സ്റ്റേറ്റ്മെന്റിനെ ഫേവർ ചെയ്യുന്ന രീതിയിലാണ്, ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, പീപ്പിൾ മേ കണ്ടിന്യൂ ക്രോസിംഗ് റെയിൽവേ ട്രാക്സ് ആൻഡ് പേ ഹെവി പെനാലിറ്റി. എടാ നോക്കടാ, ഓൾറെഡി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്ത് കാര്യമാണ് പറയുന്നത്, ഇങ്ങനെ ഒരു തീരുമാനം വെക്കുന്നത്, ഈ ഒരു ഹെവി പെനാൽറ്റി വെക്കുന്നത് തന്നെ അവർ ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെനാൽറ്റി ആ ഒരു റൂള് വെക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് കൂടുതലും അവരെ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഹെവി പെനാൽറ്റി ചുമത്തുന്നത്. പക്ഷേ ഈ കേസ് പറയുന്നത് ആ ഹെവി പെനാൽറ്റി കൊടുത്തിട്ട് അവർ ക്രോസ് ചെയ്യുന്നു പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിന് അത് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലല്ലേ, അത് ഫേവർ ചെയ്യുന്ന രീതിയിലല്ലല്ലോ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓൺലി 1 ഈസ് ഇംപ്ലിസിറ്റ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോയിന്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്. A very large number of people stood in the queue for buying tickets for the one-day international cricket match scheduled to be played in the city on the next day. Assumption parayana no other one-day international cricket match may be played in the city for the next 6 months. രണ്ടാമത്തത് majority of those who stood in the queue may be able to get ticket for the one-day international cricket match. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചു കൺക്ലൂഷനിലേക്ക് അസംഷനിലേക്ക് വരുന്ന സമയത്ത് രണ്ടാമത് നോക്കണം, മെജോറിറ്റി ഓഫ് ദോസ് ഹു സ്റ്റുഡ് ഇൻ ദ ക്യൂ മേ ബി ഏബിൾ ടു ഗെറ്റ് ടിക്കറ്റ് ഫോർ ദ വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരുപാട് പേര് ക്യൂവിൽ നിൽക്കുന്നുണ്ട്, ക്യൂവിൽ നിൽക്കുന്നുണ്ട്, ശരിയല്ലേ? ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റുഡ് ഇൻ ദ ക്യൂ ഫോർ ബൈയിങ് ടിക്കറ്റ്. അപ്പോൾ അവർക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമല്ലോ അവർ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ നോർമലി ഈ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അസംഷൻ പറയാണ് മെജോറിറ്റി ഓഫ് ദോസ് ആ നിൽക്കുന്നതിൽ ഭൂരിഭാഗം പേർക്കും മേ ബി ഏബിൾ ടു അവർക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നോർമലി അവർക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ടായിരിക്കുമല്ലോ അവർ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ആവാതിരിക്കാം. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഈ ഒരു അസംഷൻ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നില്ലല്ലോ. കിട്ടില്ല എന്നല്ലല്ലോ പറയുന്നത്, കിട്ടുന്നല്ലേ പറയുന്നത്. സോ മെജോറിറ്റി ഓഫ് ദോസ് ഹു സ്റ്റുഡ് ഇൻ ദ ക്യൂ മേ ബി ഏബിൾ ടു ഗെറ്റ് ടിക്കറ്റ് ഫോർ ദ വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച്. അപ്പോൾ സ്റ്റേറ്റ്മെന്റിനെ കോൺട്രാഡിക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു അസംഷൻ നമുക്ക് എന്ത് പറയാം, ശരിയാന്ന് പറയാം. ഓക്കെ, കോൺട്രാഡിക്റ്റ് ചെയ്യുന്നില്ല, അത് ഇല്ലോജിക്കലും അല്ല. ആദ്യത്തെ നോക്ക്, നോ അതർ വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് മേ ബി പ്ലേഡ് ഇൻ ദ സിറ്റി ഫോർ ദ നെക്സ്റ്റ് 6 months. നോ. അപ്പോൾ വീണ്ടും പറയാണ് നോ അതർ. നോ എന്ന് പറഞ്ഞാൽ ഒരു കളി പോലും ഇല്ല എന്നാണ് പറയുന്നത്. 100% ആയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അസംഷൻ പറയുന്നത്. അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഓൾ
അതേപോലെ നോ. സോ ഈ കേസ് ഈ രണ്ട് വേർഡ് കാണുകയാണെങ്കിൽ എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല, ഇതൊക്കെ 100% ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഓൾ, നോ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? സോ അവസാനത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഓൺലി, വേറെ വേർഡും കൂടി പറയാം, ഓൺലി. ഓൺലി ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ കൺക്ലൂഷൻ്റെ സമയത്തും പറഞ്ഞിട്ടുണ്ട്, ഓൺലി എന്നുള്ള വേർഡ് എല്ലാ കേസിലും എന്താ ചെയ്യുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ, ആ ഒരു കൺക്ലൂഷനെ അല്ലെങ്കിൽ ആ ഒരു അസംഷനെ വീക്കൻ ചെയ്യുകയാണ് ചെയ്യുക, എക്സ്പ്ലിസിറ്റിലേക്കാണ് നയിക്കുക. അപ്പം നോർമലി ഈ വേർഡുകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് പോകേണ്ടത് അതാണ്. ഓൺലി എന്നുള്ള വേർഡ് നമ്മൾ 100% ഡെഫിനിറ്റ് ആയിട്ട് പറയുക ചെയ്യുന്നത്. ഈ ഒരാൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു പോകും, ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ പറയാൻ പറ്റൂല ഇത് ഈ ഓൺലി, നോ, ഓൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതുപോലത്തെ വേർഡൊക്കെ വരുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, നോ അതർ വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് മേ ബി പ്ലേഡ് ഇൻ ദ സിറ്റി ഫോർ ദ നെക്സ്റ്റ് 6 months. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്? അത് നോ എന്ന് പറഞ്ഞത് 100% അതൊരു പോസിബിലിറ്റി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഇവിടെ പറയുന്നില്ല, സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ലെങ്കിൽ അത് ഇല്ലോജിക്കലായിട്ട് കൺസിഡർ ചെയ്യുക. എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ഇല്ലോജിക്കലായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അസംഷൻ അല്ലല്ലോ, ഇവിടെ 100% ഡെഫിനിറ്റ് ആയിട്ട് പറയുക ചെയ്തത്, നോ പോലുള്ള വാക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യൂല, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അസംഷൻ. സോ ഏത് ഉത്തരം വരും? ഓൺലി 2 ഈസ് ഇംപ്ലിസിറ്റ്. സോ നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. The Employees Association urged its members to stay away from the annual function as many of their demands were not met by the management. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഡിമാൻഡ്സിനെതിരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ തീരുമാനം എംപ്ലോയീസ് അസോസിയേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. ആര് നിർദ്ദേശിക്കുന്നത്? എംപ്ലോയീസ് അസോസിയേഷൻ നിർദ്ദേശിക്കുന്നത്. ആരോട്? അവരുടെ മെമ്പേഴ്സിനോട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചു, കുഴപ്പമില്ല. അസംഷനിലേക്ക് വരുന്ന സമയത്ത് പറയാണ്, മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ അസോസിയേഷൻ മേ നോട്ട് അറ്റൻഡ് ദ ഫംഗ്ഷൻ. അപ്പോൾ മേ നോട്ട് അറ്റൻഡ് ദ ഫംഗ്ഷൻ, ഇവിടെ ഇപ്പോൾ മേ അറ്റൻഡ് ദ ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യുമായിരുന്നു. കാരണം സ്റ്റേറ്റ്മെന്റ് പറയാണ് അവരോട് പങ്കെടുക്കരുത്, അസോസിയേഷൻ പറയാണ് മെമ്പേഴ്സിനോട് സ്റ്റേ എവേ, അവരുടെ ഭാഗത്ത് നിന്ന് മാറി നിന്നാൽ മതി എന്ന് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. എംപ്ലോയീസ് അസോസിയേഷൻ നമ്മുടെ ഇവിടുത്തെ കീ ശ്രദ്ധിക്കേണ്ട ആളാരാ? എംപ്ലോയീസ് അസോസിയേഷൻ ആണ് ഇവിടുത്തെ സബ്ജക്ട്, അവരാണ് പറയുന്നത്. സോ നോർമലി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ അസോസിയേഷൻ മേ അറ്റൻഡ് ദ ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്തേനെ. പക്ഷേ ഇവിടെ കുഴപ്പമില്ല, മേ നോട്ട് അറ്റൻഡ് ദ ഫംഗ്ഷൻ. ശരിയാണ്, സ്റ്റേറ്റ്മെന്റിനെ ഫേവർ ചെയ്യുന്ന രീതിയിൽ തന്നെയല്ലേ അവരും മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ്, ആ മെമ്പേഴ്സ് എന്ത് ചെയ്യില്ല, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കുഴപ്പമില്ല, സ്റ്റേറ്റ്മെന്റിനെ എന്ത് ചെയ്യുന്നില്ല, കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ്, ദ മാനേജ്മെന്റ് മേ ക്യാൻസൽ ദ ആനുവൽ ഫംഗ്ഷൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യും, ഇവർ ഓൾറെഡി ഈ ആളുകളൊന്നും പങ്കെടുക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാനേജ്മെന്റ് ക്യാൻസൽ ചെയ്യുമല്ലോ. ക്യാൻസൽ ചെയ്യുമെന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിനെ ഫേവർ ചെയ്യുന്ന രീതിയിലല്ലേ വരുന്നത് എന്നുള്ള ഒരു പോയിന്റ് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നവർക്ക് ഉള്ളിൽ വന്നിട്ടുണ്ടാവില്ലേ. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. എടാ ഈ ഒരു മാനേജ്മെന്റ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു മാനേജ്മെന്റ് ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇനാഗുറൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കല്യാണം വരുന്ന സമയത്ത് നമ്മൾ ക്ലോസ് ആയിട്ട് വിളിക്കുന്ന ആളുകൾ 1-2 പേര് അല്ലെങ്കിൽ കുറച്ച് പേര് വരുന്നില്ല എന്ന് വിചാരിച്ച് നമ്മളെ കല്യാണം മാറ്റി വെക്കുന്ന ഒരു ചാൻസ് ഉണ്ടോ? കല്യാണം വിചാരിച്ചാൽ ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് നടക്കൂലേ, ആ ഒരു മുഹൂർത്തത്തിൽ തന്നെ കൃത്യമായിട്ട് നടക്കൂലേ? അത് ഈ ആളുകൾ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? സോ ഇങ്ങനെ ചിന്തിക്കുക എന്ന് പറയുന്നത് അത് ഇല്ലോജിക്കലാണ്. അതെന്താണ്? ഇല്ലോജിക്കൽ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാവുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റേറ്റ്മെന്റ് അല്ല, അസംഷൻ തെറ്റായി മാറുന്നത് അത് ഇല്ലോജിക്കലായിട്ട് മാറുന്നതുകൊണ്ടാണ്. ഇപ്പം വീണ്ടും പറയാണ്, ദ മാനേജ്മെന്റ് മേ ക്യാൻസൽ ദ ആനുവൽ ഫംഗ്ഷൻ. ഈ ആളുകൾ ഇവിടെയുള്ള ഈ മെമ്പേഴ്സ് കുറച്ച് പേര് വരുന്നുണ്ടോ വരുന്നില്ലയോ നോക്കിയിട്ടല്ല ഇവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുള്ളതും അത് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നതും. സോ അതുകൊണ്ട് തന്നെ ദ മാനേജ്മെന്റ് മേ ക്യാൻസൽ ദ ആനുവൽ ഫംഗ്ഷൻ, അവർ ക്യാൻസൽ ചെയ്യുന്നു പറയുന്നത് ഇല്ലോജിക്കലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇവിടെ മേ ഉണ്ടല്ലോ, അപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഇല്ലേന്ന് നോക്കിയിട്ട് ഇത് ശരിയാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ ക്യാൻസൽ ചെയ്യാന്ന് പറയുന്നത് അത് നടക്കാത്ത കാര്യമാണ്, നടക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ അത് ഇല്ലോജിക്കലാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓൺലി 1 ഈസ് ഇംപ്ലിസിറ്റ്. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ? വീണ്ടും പറയാണ്, ഓരോ കാര്യങ്ങളും നോക്കുക, ഇല്ലോജിക്കലാണോ അതേപോലെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഗവൺമെന്റിന്റെ ടൈപ്പ് ഓഫ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിനെ ഫേവർ ചെയ്യുന്നുണ്ടോ നോക്കുക. ആ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. സോ വായിക്കേ. The serpent of the village called a meeting of all the heads of the families to discuss the problem of the acute shortage of drinking water in the village.
അപ്പോൾ ഫസ്റ്റ് അസംഷൻ, ദ സർപ്പഞ്ച് ഹാഡ് ഏർലിയർ കോൾഡ് സച്ച് മീറ്റിംഗ്സ് ടു ഡിസ്കസ് വേരിയസ് പ്രോബ്ലം. അപ്പോൾ വീണ്ടും പറയാണ്, 100% ഡെഫിനറ്റ് ആയിട്ട് പറയാണ്, മുന്നേ ഈ സർപ്പഞ്ച് ഇതുപോലത്തെ കാര്യങ്ങൾ വിളിച്ച് ചേർത്തിട്ടുണ്ട്, വേറെയും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. എടാ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അങ്ങനെ ഒരു കാര്യവും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയണം, സ്റ്റേറ്റ്മെന്റ് പറയാത്ത കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചൂടെ എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ ഡെഫിനറ്റ് ആയിട്ട് പറയാണ്, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മളോട് അങ്ങ് പറയാം. അപ്പോൾ വീണ്ടും പറയാം, പാസ്റ്റ് റിലേറ്റഡ് കാര്യങ്ങൾ 100% ഡെഫിനറ്റ് ആയിട്ട് ശരിയാവുന്ന രീതിയിലാണ് അസംഷൻ പറയുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യൂല. പാസ്റ്റ് റിലേറ്റഡ് കാര്യങ്ങൾ 100% ശരിയാവുന്ന രീതിയിൽ. ഇവിടെ വേറെ ഒന്നുമില്ല, വേറെ ഇത് സാധ്യതയോ പോസിബിലിറ്റിയോ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. സർപ്പഞ്ച് വിളിച്ച് ചേർത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള വേരിയസ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ സർപ്പഞ്ച് കാര്യങ്ങൾ വിളിച്ച് ചേർത്തിട്ടുണ്ടെന്ന് 100% നമ്മളോട് പറയുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് അത് തെറ്റാണ്. നമുക്ക് അവിടെ അസ്യൂം ചെയ്യാൻ പറ്റില്ല, അസംഷൻ എന്ന രീതിയിലേക്ക് ശരിയായിട്ട് മാറൂല. രണ്ടാമത്തെ നോക്ക്, മോസ്റ്റ് ഓഫ് ദ ഹെഡ് ഓഫ് ദ ഫാമിലീസ് മേ അറ്റൻഡ് ദ മീറ്റിംഗ് കോൾഡ് ബൈ ദി സർപ്പഞ്ച്. അപ്പോൾ ശരിയല്ലേ, സർപ്പഞ്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ച് ചേർത്ത് ഹെഡ് ഓഫ് ദ ഫാമിലീസിന് വിളിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അവരാ പരിപാടിക്ക് പോകൂലേ? അങ്ങനെ പോകുന്ന ചിന്തിക്കുന്നത് ഫേവർ ചെയ്യൂലേ? സ്റ്റേറ്റ്മെന്റ് ഫേവറേറ്റ് അല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? എക്സ്പ്ലിസിറ്റ് അല്ല, ഇംപ്ലിസിറ്റ് ആണ്. ഓൺലി 1 മാത്രമാണ് എക്സ്പ്ലിസിറ്റ് ആയി മാറുന്നത്. സോ ഉത്തരം ബി, ഓൺലി 2 ഇസ് ഇംപ്ലിസിറ്റ്. ഓക്കെ, സെറ്റ് അല്ലേ? പുതിയ കാര്യങ്ങൾ പഠിക്കുന്നില്ലേ? സോ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നോക്കുക. കുറച്ചും കൂടി എളുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒപ്പോസ് ചെയ്യുന്നുണ്ടോ, കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുന്നു, അല്ലെ അതേപോലെ തന്നെ ഇല്ലോജിക്കലാണോ നോക്കുന്നു, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പിന്നെ ആ ഒരു കുറച്ച് കീവേഡ്സ് ഓൾ, നൺ, കീ അല്ലല്ലോ, ഏതായിരുന്നു, ഓൺലി പോലുള്ള വാക്കുകൾ നോക്കി ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് 11 നോക്കടാ. The district authority has decided to set up wireless communication along the coastline in view of the cyclonic storm hitting the coast. അപ്പോൾ നിങ്ങളതായിട്ടുള്ള ഉത്തരം ഉണ്ടാക്കി വെച്ചോ. അസംഷൻ, ദ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ മേ ബി പാരലൈസ്ഡ് ഡ്യൂ ടു സൈക്ലോണിക് സ്റ്റോം. അപ്പോൾ നോർമലി ഇവിടെ പറയുന്നത് ഡിസ്ട്രിക്ട് അതോറിറ്റി എന്ത് ഡിസൈഡ് ചെയ്തു? ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡിസൈഡ് ചെയ്തു. വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു അസംഷനിൽ പറയുന്നത് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി ഉണ്ടാവുമല്ലോ ആ ഡിസ്ട്രിക്റ്റിൽ, ആ ഒരു സ്ഥലത്തായിട്ട്, ആ ഒരു കോസ്റ്റൽ റീജിയനിൽ എന്തായാലും ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ വെക്കുന്നത് എന്തായാലും സൈക്ലോണിക് സ്റ്റോം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തകരാറാവാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ. ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ തകരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടും ഈ ആൾക്കാരുടെ ഇടയിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഡിസ്ട്രിക്ട് അതോറിറ്റി എന്ത് സെറ്റപ്പ് ചെയ്യുന്നത്? വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും അസംഷൻ വായിക്കുക, ദ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ മേ ബി പാരലൈസ് ഡ്യൂ ടു സൈക്ലോണിക് സ്റ്റോം. മേ ബി ചാൻസ് ഉണ്ട്, എന്തിന്? പാരലൈസ് ചെയ്യാനുള്ള ചാൻസ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഡിസ്ട്രിക്ട് അതോറിറ്റി വയർലെസ് കമ്മ്യൂണിക്കേഷൻ അവിടെ വെക്കുന്നത്. സോ ആ ഒരു അസംഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റിനെ എന്ത് ചെയ്യുന്നില്ല? കോൺട്രാഡിക്റ്റ് ചെയ്യുന്നില്ല, ഫേവർ ചെയ്യുകയാണ്. ശരിയല്ലേ? സോ എല്ലാ കേസും നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി ഈ ഒരു അസംഷൻ എന്താണ്? ശരിയായിട്ടുണ്ട്. രണ്ടാമത്തേലേക്ക് വാ. The wireless communication system may be able to withstand the impact of cyclonic storm. അത് ശരിയല്ലേ? ഈ സൈക്ലോണിക്കിന്റെ സമയത്ത് വേറൊരു കാര്യമൊന്നുമില്ല. ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ വെക്കുന്നുണ്ടെങ്കിൽ നോർമലി അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതുകൊണ്ടല്ലേ. അതിൻ്റെ ഇപ്പോൾ സൈക്ലോണിക് സ്റ്റോം വരുന്നതുകൊണ്ട് വേറെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ തകരാറാവില്ല എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഡിസ്ട്രിക്ട് അതോറിറ്റി അത് ഡിസൈഡ് ചെയ്തത്. ഇപ്പം നോർമലി ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ പോലെ അതും തകരാറാവുന്നെങ്കിൽ ഇവർ ഇതും വെക്കില്ലല്ലോ. ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യൂലല്ലോ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യൂലല്ലോ. സോ അത്രയേ ഉള്ളൂ. സോ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ ഒരു അസംഷൻ സ്റ്റേറ്റ്മെന്റിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നില്ല, ഫേവർ ചെയ്യുകയാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ അസംഷൻ 2 ഫോളോ ചെയ്യും. ബോത്ത് 1 and 2 ആർ ഇംപ്ലിസിറ്റ്. മനസ്സിലായല്ലോ അല്ലേ? ക്ലിയർ ആണോടാ? സോ പ്രത്യേകിച്ച് വലിയ പുതിയ കാര്യങ്ങളൊന്നുമില്ല. 2 സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് 2 അസംഷനും സ്റ്റേറ്റ്മെന്റിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വായിക്കേ. The government of India has appointed a joint parliamentary committee to investigate the recent market crash. ഇപ്പോൾ റീസെൻറ്റ് മാർക്കറ്റ് ക്രാഷിന് അതല്ലെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അസംഷൻ പറയുകയാണ്, ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി മേ പൊസസ് റിക്യൂസൈറ്റ് എക്സ്പെർട്ടൈസ് ടു ക്യാരി ഔട്ട് ദി ഇൻവെസ്റ്റിഗേഷൻ. ശരിയാണല്ലോ. ഇങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ അവർ കഴിവുള്ള ആളുകളായിരിക്കുമല്ലോ. മീൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് ക്യാരി ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ബോധിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളായിരിക്കുമല്ലോ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ടാവുക. സോ എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? ശരിയാണ്. ഗവൺമെൻറ്റിനെ ഫേവർ ചെയ്യുന്ന രീതിയിലാണ് അസംഷൻ തന്നത്. സ്റ്റേറ്റ്മെൻ്റ് അല്ല, അസംഷൻ.
രണ്ടാമത്തെ അസംഷനിലേക്ക് വരുന്ന സമയത്ത് ദ പീപ്പിൾ റെസ്പോൺസിബിൾ ഫോർ ദ ക്രാഷ് മേ ഡിസ്ട്രോയ് ഓൾ ദ ഡോക്യുമെന്റ്സ് ബിഫോർ ദ കമ്മിറ്റി ലേ ദർ ഹാൻഡ്സ്. ഇത് വായിക്കുന്ന സമയത്ത് അറിയാം ഡിസ്ട്രോയ് എന്തായാലും സ്റ്റേറ്റ്മെന്റിനെ എന്താണ് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ പീപ്പിൾ റെസ്പോൺസിബിൾ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, അവർ ഡിസ്ട്രോയ് ചെയ്തേക്കാന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റിനെ വിരുദ്ധമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലേ അതിൽ മേ എന്നുള്ള വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്, സ്റ്റേറ്റ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കരുത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ഫോളോ ചെയ്യൂല. സോ ഏത് ഉത്തരം വരുള്ളൂ, ഓൺലി വൺ ഈസ് ഇംപ്ലിസിറ്റ്. കുറച്ചും കൂടെ കാര്യങ്ങൾ ഓക്കെ അല്ലേ? 10 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കുറച്ചെങ്കിലും പുതിയ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ ഒരു മൈൻഡിൽ വേണം നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് അസംഷൻ, കോഴ്സ് ഓഫ് ആക്ഷൻ, അപ്പോൾ കോഴ്സ് ആൻഡ് എഫക്റ്റ്. അപ്പോൾ ഇതുപോലത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധ കൊടുത്ത് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, സോ നെക്സ്റ്റ് 11. The management of the passenger car manufacturing company has decided to reduce its workforce in view of the sluggish demand of the market. അപ്പോൾ ഡിമാൻഡ് ഓൾറെഡി കുറഞ്ഞു വരിക എന്നുള്ളൊരു ബോധം ഇവർക്കുണ്ട്, മാനേജ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാർ മാനുഫാക്ചറിങ് കമ്പനി എന്ത് ചെയ്തു, ഇനി അങ്ങോട്ടേക്ക് വർക്ക് ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇപ്പോൾ എത്ര ആളുകളുണ്ടോ ആളുകൾ അത്രയും വേണ്ട, കുറച്ച് ആളുകളെ പറഞ്ഞയക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. വർക്ക് ഫോഴ്സ് കുറച്ചല്ലോ. സോ ഡിസൈഡ് ടു റെഡ്യൂസ് ഇറ്റ്സ് വർക്ക് ഫോഴ്സ്. അപ്പോൾ ഒന്നാമത്തെ ശ്രദ്ധ പറയുകയാണ് ദ ഡിമാൻഡ് ഓഫ് ദ കാർ മാനുഫാക്ചർഡ് ബൈ ദ കമ്പനി മേ കണ്ടിന്യൂ ടു ബി ലോവർ ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പോൾ ശ്രദ്ധിക്കടാ, ഓൾറെഡി ഈ ആളുകൾ സ്ലഗ്ഗിഷ് ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡിമാൻഡ് കുറഞ്ഞു വരികയാണെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇനി അങ്ങോട്ട് ഇവർ ഇപ്പം നോർമലി നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഒരു സ്ഥാപനം അവരുടെ ജോലി ചെയ്യുന്ന ആളുകളെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് കുറച്ച് അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ 2 മാസത്തേക്ക് പിരിച്ചുവിടുന്ന ഒരു പ്രതീതി ആയിരിക്കില്ല. ഒരാളെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ നോർമലി അവർ കംപ്ലീറ്റ്ലി പെർമനൻ്റ്ലി അവരങ്ങ് പോകും, ശരിയല്ലേ? ഒരു വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്യും. അപ്പോൾ നോർമലി ഈ ആളുകൾ തന്നെ വീണ്ടും ഈ കമ്പനിയിൽ വരുമോ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ? അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ അവർ ഭാവിയിൽ ഇനിയുള്ള കുറച്ച് അടുത്ത മാസങ്ങളോ അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളായിട്ടും ഇവരുടെ ഡിമാൻഡ് കൂടാനുള്ള ചാൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. ടെമ്പററി ആയിട്ടാണ് ഇവരുടെ ഡിമാൻഡ് കുറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് ഇവരെ പിരിച്ചുവിടേണ്ട കാര്യം അവർക്കുണ്ടോ? ഒരിക്കലുമില്ല. പെർമനൻ്റ്ലി അവരുടെ ഡിമാൻഡ് കുറഞ്ഞാണ് വരുന്നത്. ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കും എന്നുള്ള ഒരു ഉദ്ദേശം അവരുടെ മൈൻഡിൽ ഉള്ളതുകൊണ്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, പിരിച്ചു വിട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ദ ഡിമാൻഡ് ഓഫ് ദ കാർ മാനുഫാക്ചർഡ് ബൈ ദ കമ്പനി മേ കണ്ടിന്യൂ ടു ബി ലോവർ. സോ ഡിമാൻഡ് ഓഫ് ദ കാർ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത നിയർ ഫ്യൂച്ചറിൽ ലോവർ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ പിരിച്ചുവിടുന്നത്, സ്ലഗ്ഗിഷ് ഇൻ ദ ഡിമാൻഡ് എന്ന് പറയുന്നുണ്ട്. സോ ഭാവിയിൽ ഫ്യൂച്ചറിലെ കേസിലും അതെന്തായിരിക്കും, അത് അങ്ങനെ തന്നെ ആവണ്ടേ. സോ ആ കേസിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു അസംഷൻ എന്താണ്, സ്റ്റേറ്റ്മെന്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല, അതിനെ സപ്പോർട്ട് ഫേവർ ചെയ്യുന്ന രീതിയിലാണ്. കാരണം ഭാവിയിലും അത് ഡിമാൻഡ് കുറവായിരിക്കും എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് അവർ വർക്ക് ഫോഴ്സ് കുറയ്ക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് അസംഷൻ 1 ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടാമത് നോക്ക്, ദ കമ്പനി മേ ബി ഏബിൾ ടു റൺ ഇറ്റ്സ് ഓപ്പറേഷൻ വിത്ത് ദ റെഡ്യൂസ് വർക്ക് ഫോഴ്സ്. ശരിയല്ലേ? കാരണം വർക്ക് ഫോഴ്സ് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കമ്പനി നിർത്താനുള്ള ഉദ്ദേശമൊന്നുമില്ല, കമ്പനി നിർത്തി എന്നൊന്നും പറയുന്നില്ല. ദ കമ്പനി മേ ബി ഏബിൾ ടു റൺ. ഇനി അങ്ങോട്ടും ഈ വർക്ക് ഫോഴ്സ് കുറച്ചാലും അവരുടെ ഡിമാൻഡ് കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്കിയുള്ള പിരിച്ചുവിട്ടതിന് ശേഷമുള്ള ബാക്കിയുള്ള വർക്ക് ഫോഴ്സ് വെച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഈ ഉദ്ദേശം മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്തായിരിക്കും, സ്റ്റേറ്റ്മെന്റിനെ അസംഷൻ 2 സ്റ്റേറ്റ്മെന്റ് 2 എന്ത് ചെയ്യുന്നില്ല, കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യും. സോ ബോത്ത് 1 and 2 ആർ ഇംപ്ലിസിറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്ക്. The state government has issued a notification to the effect that all the coaching classes must register themselves immediately, giving the details of fees, infrastructural facilities and biodata of teachers. അപ്പോൾ ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയാണ്, ഒരു നോട്ടിഫിക്കേഷൻ പുറത്ത് വിടുകയാണ്, എല്ലാ കോച്ചിങ് ക്ലാസ്സസും ഓൾ ദ കോച്ചിങ് ക്ലാസ്സസ് മസ്റ്റ് രജിസ്റ്റർ ദംസെൽസ്. അപ്പോൾ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. എങ്ങനെ, എന്തൊക്കെ കൊടുക്കണം, ഡീറ്റെയിൽസ് ഓഫ് ഫീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, അതുപോലെ തന്നെ ബയോഡാറ്റ ഓഫ് ടീച്ചേഴ്സിൻ്റെ ബയോഡാറ്റയും എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് മുഖാന്തരം എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നു, അസംഷനിലേക്ക് വരുന്നു. All the coaching classes which don't have requisite infrastructure and teachers may close down. രണ്ടാമത് പറയുന്നു, all the coaching classes may hereafter charge uniform fees from all the students. അപ്പോൾ നോക്കണം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്, all the coaching classes may hereafter charge uniform fees from all the students. ഇത് ലോജിക്കലാണോ ഇല്ലോജിക്കലാണോ? എടാ നോർമലി ഞാൻ പറയുകയാണ്, ഇപ്പോൾ 2 കേസസ്. ഇപ്പോൾ നോർമലി 2 കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നത് ഇപ്പോൾ ഒന്ന് ഒരു വലിയ ടൗണിലും ഒന്ന് ചെറിയൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വില്ലേജിലാണെന്ന് വിചാരിക്കും. അപ്പോൾ നോർമലി വില്ലേജിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും
എന്താണ് അവിടെ അവരുടെ ചിലവുകൾ വളരെ കുറവായിരിക്കും. ഇപ്പോൾ റെൻ്റ് ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൗണിലുള്ളതിനെക്കാട്ടും കുറച്ചും കൂടെ ചിലവ് ചുരുക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സസ് ഒരു ടൗണിൽ നിന്ന് മാറി ഒരു വില്ലയിലേക്ക് വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി അത് ടൗണിലേക്ക് എത്തുന്ന സമയത്ത് ചാർജ് കൂടുതലോ, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. റെൻറ്റും എല്ലാ കാര്യങ്ങളും ചിലവ് ആർക്കായിരിക്കും കൂടുതൽ, ടൗണിലായിരിക്കും കൂടുതൽ. പക്ഷേ ഈ രണ്ട് കേസിലും ഒരേപോലെ എന്താണ് യൂണിഫോം ഫീസാണ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഈടാക്കി കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായിട്ടും ടൗണിലുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നഷ്ടത്തിലായിരിക്കുമല്ലോ, മറ്റൊരു ലാഭത്തിലായിരിക്കും. അപ്പോൾ വീണ്ടും അവിടെ ഒരു ഇംബാലൻസ് വരുമല്ലോ. സോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനൊരു തീരുമാനം, ഓൾ ദ കോച്ചിങ് ക്ലാസ് മേ ഹിയർ ആഫ്റ്റർ ചാർജ് യൂണിഫോം ഫീസ് ഫ്രം ഓൾ ദ സ്റ്റുഡൻസ്. എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരേ ഒരു ഫീസാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അതാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഇല്ലോജിക്കൽ ആയിട്ടുള്ള തീരുമാനമല്ലേ? അതങ്ങനെ ആരെങ്കിലും അങ്ങനെ കൺസിഡർ ചെയ്യുമോ? ഒരിക്കലുമില്ല. ബാക്കിയും വേറെയും കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളവിടെ ഒരു ഫീസ് നിർണ്ണയിക്കുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇല്ലോജിക്കലാണ്. ഇത് സ്റ്റേറ്റ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്നു എന്നുള്ളതല്ല, ഇല്ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു അസംഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ അസംഷൻ എന്ത് ചെയ്യില്ല, ഫോളോ ചെയ്യൂല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അസംഷനിലേക്ക് വേണം. ഓൾ ദോസ് കോച്ചിങ് ക്ലാസ്സസ് വിച്ച് ഡോണ്ട് ഹാവ് റീക്യൂസൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടീച്ചേഴ്സ് മേ ക്ലോസ് ഡൗൺ. അപ്പോൾ എന്താ പറയുന്നത്, മേ ക്ലോസ് ഡൗൺ. സാധ്യതയുണ്ട്, ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തായാലും ഇങ്ങനത്തെ ഒരു ഇപ്പോൾ ഗവൺമെൻറ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എടുക്കുന്നതൊക്കെ എന്തായിരിക്കും, ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ടീച്ചേഴ്സ് ഇതൊന്നും ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അസംഷൻ ഒരിക്കലും കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. കാരണം മേ ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം മര്യാദയ്ക്കുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറും ടീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തൊരു സ്ഥാപനമാണെങ്കിൽ അത് പൂട്ടിക്കാൻ ഗവൺമെൻറ് അധികാരമുണ്ട്, ഗവൺമെൻറ് അത് പൂട്ടുകയും ചെയ്യും അല്ലേ? സോ അതെന്തായാലും സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് ചെയ്യുന്നില്ല, കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല, ഫേവർ ആയതുകൊണ്ട് തന്നെ ഫോളോ ചെയ്യും. സോ ഓൺലി വൺ ഈസ് ഇംപ്ലിസിറ്റ്. ഓക്കെ അല്ലടാ? സോ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു രണ്ടാമത്തെ അസംഷൻ ഇല്ലോജിക്കലാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? സോ നെക്സ്റ്റ് 15 ഈസി ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഓഫ് ദ ലാർജ് നമ്പർ ഓഫ് പോത്ത് ഇൻ ദ റോഡ് എക്സ് റീച്ചിങ് എയർപോർട്ട് ഇൻ ടൈം ഹാസ് ബിക്കം ഡിഫിക്കൾട്ട്. ഓക്കെ, അസംഷൻ പറയുന്നു റീച്ചിങ് ദ എയർപോർട്ട് ഇൻ ദ ടൈം മേ നോട്ട് ബി ഓൾവേസ് നെസസറി. അപ്പോൾ ഉറപ്പായിട്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാനുള്ള കാര്യം, ലോജിക്കലി തെറ്റല്ലേ, ഇല്ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? കാരണം റീച്ചിങ് ദ എയർപോർട്ടിൽ എത്തുക എന്ന് പറയുന്നത് എന്തായാലും നെസസറി ആണ്. സോ എന്തായാലും മേ നോട്ട് ബി നെസസറി എന്ന് പറയുന്നത് ഇല്ലോജിക്കലാണ്. അടുത്തത്, ദർ ഈസ് നോ അതർ കൺവീനിയൻറ്റ് റോഡ് ടു ദ എയർപോർട്ട്. അപ്പോൾ നമുക്ക് ഈ റോഡ് എക്സിൽ ഇത്രയും പോത്ത് ഹോൾസ് വരുന്നതുകൊണ്ട് തന്നെ ബിക്കം ഡിഫിക്കൽട്ട് ആവുമെന്ന് പറയുന്നു. റീച്ചിങ് എയർപോർട്ട് ഇൻ ദ ടൈം ഹാസ് ബിക്കം ഡിഫിക്കൽട്ട്. റോഡ് എക്സിൽ പോത്ത് ഹോൾസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ എത്തുന്ന ടൈം, റീച്ചിങ് എയർപോർട്ട് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടുമാണ്. റീച്ചിങ് എയർപോർട്ട് ഇൻ ടൈം, കറക്റ്റ് സമയത്ത് എയർപോർട്ടിൽ എത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അതിനർത്ഥം ഈ ഒരു റോഡ് എക്സ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, വേറെ ഏതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് വേ അങ്ങോട്ട് ഉണ്ടായിരുന്നെങ്കിൽ, എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആളുകൾ അതല്ലേ ചൂസ് ചെയ്യുള്ളൂ. അപ്പം എത്താനുള്ള ചാൻസസ് അല്ലെങ്കിൽ എത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റുമോ? റീച്ചിങ് എയർപോർട്ട് ഇൻ ടൈം ഹാസ് ബിക്കം ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റൂല, ശരിയല്ലടാ. സോ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറ, ദർ ഈസ് നോ അതർ കൺവീനിയൻറ്റ് റോഡ് ടു ദ എയർപോർട്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റിനെ ഫേവർ ചെയ്യുന്നില്ലേ? ഈ ഒരു അസംഷൻ സ്റ്റേറ്റ്മെന്റിനെ ഫേവർ ചെയ്യുന്നില്ലേ? അത് നോക്കിയാൽ മതി. സ്റ്റേറ്റ്മെന്റിനെ ഫേവർ ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ദർ ഈസ് നോ അതർ കൺവീനിയൻറ്റ് റോഡ് ടു എയർപോർട്ട് എന്ന് പറയുന്നത് ശരിയാണ്. കാരണം അതുകൊണ്ടാണ്, ആ റോഡൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് റോഡ് എക്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ആളുകൾ പോകുന്നതും റീച്ചിങ് എയർപോർട്ടിൽ എത്താൻ വൈകുന്നതും. ഓക്കെ അല്ലേ? അത് ബുദ്ധിമുട്ടാണെന്നാണല്ലോ പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 2 അസംഷൻ 2 ശരിയാണ്, ഓൺലി 2 ഈസ് ഇംപ്ലിസിറ്റ്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് 14. Many students have got to the habit of playing mobile games and this is why they perform poorly. Assumption പറയാണ് many students are not paying attention to studies because of mobile games. ഇത് CHSL അല്ല CGL മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അതോ CHSL ആണോ? CHS 2022 മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നോർമലി നോക്കണം, മെനി സ്റ്റുഡൻസ് ആർ നോട്ട് പേയിങ് അറ്റൻഷൻ ടു സ്റ്റഡീസ് ബിക്കോസ് ഓഫ് മൊബൈൽ ഗെയിംസ്. സോ സ്റ്റേറ്റ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാലോ. Many students have got in the habit of playing mobile games and that is why they perform poorly. അപ്പോൾ അതിന് കണക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിനെ ഫേവർ ചെയ്യുന്ന രീതിയിലാണ് അസംഷൻ 1 ഉള്ളത്. മെനി സ്റ്റുഡൻസ് ആർ നോട്ട് പേയിങ് അറ്റൻഷൻ. ആ ഒരു അറ്റൻഷൻ കൊടുക്കാത്തതുകൊണ്ടാണല്ലോ അവരുടെ സ്റ്റഡീസ് എന്ത് ചെയ്യുന്നില്ല, മര്യാദയ്ക്ക് പോകാത്തത്. സോ ബിക്കോസ് ഓഫ് മൊബൈൽ ഗെയിംസ്. മൊബൈൽ ഗെയിംസിനെ പറ്റി തന്നെ ഇവിടെ പറയുന്നതും അത് തന്നെയാണ്. സോ മൊബൈൽ ഗെയിംസ്, വീണ്ടും ഇവിടെ മൊബൈൽ ഗെയിംസ് അസംഷൻ 1 എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടാമത് നോക്ക്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൊബൈൽ ഗെയിംസ് ദാറ്റ് സ്റ്റുഡൻസ് ഫെയിൽ ഇൻ ദ എക്സാമിനേഷൻ. ഫെയിൽ
അപ്പോൾ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൊബൈൽ ഗെയിംസ് ദാറ്റ് സ്റ്റുഡൻസ് ഫെയിൽ ഇൻ ദ എക്സാമിനേഷൻ. എടാ മൊബൈൽ ഗെയിംസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൊബൈൽ ഗെയിംസ്. ആ മൊബൈൽ ഗെയിംസ് മാത്രമാണോ? എങ്ങനെ പറയുന്നത്? മൊബൈൽ ഗെയിംസ് കൊണ്ടാണ്. ഇത് കാരണമാണ് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഓൾറെഡി മൊബൈൽ ഗെയിംസ് കാരണം അവർ സ്റ്റഡീസിൽ കുറച്ച് പുറകോട്ട് പോകുന്നുണ്ട്. പക്ഷേ എക്സാമിനേഷൻ തോക്കാൻ കാരണം മൊബൈൽ ഗെയിംസ് ആണ് 100% പറയുന്നത് ശരിയാണോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൊബൈൽ ഗെയിംസ്. വേറെയും കാരണങ്ങൾ ഉണ്ടാവാം. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൊബൈൽ ഗെയിംസ് ദാറ്റ് സ്റ്റുഡൻസ് ഫെയിൽ ഇൻ ദ എക്സാമിനേഷൻ. അല്ലെങ്കിൽ ഇതിനൊരു ഒരുപാടെണ്ണത്തിൽ ഒരെണ്ണം മൊബൈൽ ഗെയിംസ് ആണെന്ന് പറഞ്ഞാൽ ഈ അസംഷൻ ശരിയായിരുന്നു അല്ലേ? ഒരുപാട് വേറെയും കുറേ റീസൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൊബൈൽ ഗെയിംസ് മാത്രമാണ് നമുക്ക് എങ്ങനെ 100% പറയാൻ പറ്റുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 100%, അതായത് ഡെഫിനിറ്റിലേക്കാണ് പോകുന്നത്. ഒരു അസ്യൂം ചെയ്ത് നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 ഫോളോ ചെയ്യില്ല. ഓൺലി 1 ഈസ് ഇംപ്ലിസിറ്റ്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് മൊബൈൽ ഗെയിംസ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് രണ്ടാമത്തെ അസംഷൻ കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ അത് ശരിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൊബൈൽ ഗെയിംസ് മാത്രമാണെന്നുള്ളൊരു രീതിയിലേക്കാണ് പോകുന്നത് ഈ പരീക്ഷ നോക്കാൻ കാരണം. അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ ഒരു തീരുമാനം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിന്ന് അല്ലെങ്കിൽ രീതിയിൽ നിന്ന് നമുക്ക് അസ്യൂം ചെയ്തെടുക്കാൻ പറ്റൂല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 50. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. ഒന്നുമില്ല. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ contaminate soil and water, residues in crops, and eventually enter the food chain, creating a threat to human. So assumption 1 പറയാണ് excessive use of pesticide in agriculture production is not good for the people. So pesticide excess ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ കൂടുതൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ സോയിലിനെ കണ്ടാമിനേറ്റ് ചെയ്യും, വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യും. അത് മാത്രമല്ല ക്രോപ്പിലും റെസിഡ്യൂസ് ഇൻ ക്രോപ്സ് ആൻഡ് ഇവൻച്വലി എൻ്റർ ദ ഫുഡ് ചെയിൻ, ക്രോപ്സിലൂടെ നമ്മുടെ ഫുഡ് ചെയിനിലേക്ക് വരുന്നു. അങ്ങനെ അൾട്ടിമേറ്റ്ലി ആർക്ക് ത്രെറ്റാണ്? ഹ്യൂമൻസ്, നമുക്ക് ത്രെറ്റാണെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യരുത് ഒരു അസംഷനും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അസംഷൻ പറയുന്നു എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഗുഡ് ഫോർ ദ പീപ്പിൾ. ഓക്കെ അല്ലേ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ലോജിക്കലി എന്ത് വഴി ചിന്തിച്ചാലും സ്റ്റേറ്റ്മെന്റ് അല്ല, അസംഷൻ 1 എന്ന് പറയുന്നത് ശരിയല്ലേടാ? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ് നമ്മൾ ആളുകൾക്ക് എന്തല്ല, ഗുഡ് അല്ല, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദ ഹെൽത്ത്. ഓക്കെ, കറക്റ്റ് ആണ്, കാരണം ക്രിയേറ്റിംഗ് എ ത്രെറ്റ് ടു ഹ്യൂമൻ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ക്യാൻ ഹാവ് എ ബാഡ് എഫക്റ്റ് ഓൺ വാട്ടർ. അപ്പോൾ വീണ്ടും ഇവിടെ പറയുന്നുണ്ട് കണ്ടാമിനേറ്റ് സോയിൽ ആൻഡ് വാട്ടർ. ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. സോ ബോത്ത് 1 and 2 ആർ ഇംപ്ലിസിറ്റ്. ഈസി ക്വസ്റ്റ്യൻ. ഇതും സി ജി എൽ ഓർ CHS 2022 മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്, പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ അല്ല. സോ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവുന്ന രീതിയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുക, നമ്മൾ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. CGL ആണെന്ന് തോന്നുന്നു. CGL മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഫുട്ബോൾ മാച്ച് ബിറ്റ്വീൻ ടീം 1, team X and team Y. Team 1 അല്ല, team X. Team X and team Y. The total number of goals scored by team Y was 5 out of 3 goals were scored by left foot player. അപ്പോൾ Y സ്കോർ ചെയ്ത 5 ഗോളിൽ 3 ഗോളും സ്കോർ ചെയ്തത് ആരാണ്? ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലെയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാണ് ദ ലെഫ്റ്റ് ഫുട്ട് പ്ലെയർ വാസ് എക്സ്പേർട്ട് ഇൻ സ്കോറിംഗ് ഗോൾസ്. അപ്പം നമ്മൾ വായിക്കുന്ന സമയത്ത് 5 കളിയിലും 5 ഗോളിലും 3 എണ്ണവും സ്കോർ ചെയ്തത് ഈ ലെഫ്റ്റ് ഫുട്ട് പ്ലെയർ ആണെങ്കിൽ ഇയാൾ എന്തായാലും ഗോൾ സ്കോർ ചെയ്യാൻ എക്സ്പേർട്ട് ആയിരിക്കും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന നോക്കടാ, ദ ലെഫ്റ്റ് ഫുട്ട് പ്ലെയർ വാസ് എക്സ്പേർട്ട് ഇൻ സ്കോറിംഗ്. എക്സ്പേർട്ട്, ഇവൻ എക്സ്പേർട്ട് ആണ് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഒരു 3 ഗോൾ അടിക്കുന്ന സമയത്ത് എന്തായാലും എല്ലാ കളികളിലും 3 ഗോൾ വെച്ച് അടിച്ചു പോകുന്നതല്ലല്ലോ, അല്ലെങ്കിൽ ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇയാൾ എക്സ്പേർട്ട് ആണെന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാൻ ഒരു കാര്യവും സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല എന്ന് പറയുന്നത് ഞാൻ വീണ്ടും തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് എല്ലാ കാര്യവും സ്റ്റേറ്റ്മെന്റ് പറയുന്നു വേണ്ട എന്നുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളൊരാൾ എക്സ്പേർട്ട് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു പോയിന്റും എന്ത് പറയുന്നില്ല, സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ എന്താണ് പറയുന്നത്? വാസ് എക്സ്പേർട്ട്, ആയിരുന്നു, 100% ആയിരുന്നു എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? മേ എക്സ്പേർട്ട് അല്ലെങ്കിൽ മേ ബി എന്നുള്ള രീതിയിലാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ശരിയാവും കേട്ടോ, അസംഷൻ ശരിയാവും, അവിടെ തെറ്റൊന്നുമില്ല. പക്ഷെ വാസ് എക്സ്പേർട്ട് ഡെഫിനറ്റ് ആയിട്ട് പറയാണ് ഇയാൾ ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പേർട്ട് ആയിരുന്നു എന്നുള്ള ഒരു 100% അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു 1 സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 1 അസംഷൻ തെറ്റായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ദ ലെഫ്റ്റ് ഫുട്ട് പ്ലെയർ വാസ് എക്സ്പേർട്ട് ഇൻ സ്കോറിംഗ് ഗോൾസ് നമുക്ക് 100% ആയിരുന്നു നമുക്ക് പറയാൻ പറ്റൂല. 5 ഗോളിൽ 3 ഗോൾ അടിച്ചെന്നുള്ളത് ശരിയാണ്, പക്ഷേ അയാൾ എക്സ്പേർട്ട് ആയതുകൊണ്ടാണ് 3 ഗോൾ അടിച്ചെന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് 100% ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. രണ്ടാമത്തിലേക്ക് വാ. 60% ഓഫ് ദ ടീം വൈ പ്ലെയേഴ്സ് ആർ ലെഫ്റ്റ് ഫൂട്ടഡ്. ഒരിക്കലും അബ്സേർഡ് ആയിട്ടുള്ള അസംഷൻ അല്ലേ, കാരണം അത് ഇല്ലോജിക്കലാണ്. നമുക്ക് അറിയാൻ പോലുമില്ല 5 ഗോളിൽ 3 ഗോള് ഒരു ലെഫ്റ്റ് ഫുട്ട് പ്ലെയർ
അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 60% ഓഫ് ടീം പ്ലേയേഴ്സ് ആർ ലെഫ്റ്റ് ഫൂട്ടഡ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ രണ്ടാമത്തതും വരില്ല. നൈദർ 1 or 2 ഈസ് ഇംപ്ലിസിറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. സ്റ്റേറ്റ്മെന്റ് നോക്കണം. You are hereby appointed as a programmer with a probation period of 1 year and your performance will be reviewed at the end of the period for confirmation. A line in an appointment letter. Assumption പറയാണ്, the performance of an individual generally is not known at the time of appointment offer. Correct അല്ലേ? അതുകൊണ്ടാണല്ലോ probation period കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ. So next, generally an individual tries to prove his worth in probation period. അതും ശരിയല്ലേ? probation period എന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽ ഓൾറെഡി അവരുടെ വർത്ത് ഇമ്പ്രൂവ് ആവുന്ന രീതിയിൽ വർക്ക് എടുത്തുകൊണ്ടേയിരിക്കണം. ജനറലി ഇൻഡിവിജ്വൽ ട്രൈസ് ടു പ്രൂവ് ഹിസ് വർത്ത് ഇൻ പ്രൊബേഷൻ പീരീഡ്. കാരണം എന്താണ്? പ്രൊബേഷൻ പീരീഡ് അതിന് വേണ്ടിയിട്ടാണല്ലോ. എന്നിട്ട് ലാസ്റ്റ് പറയുന്നത് യുവർ പെർഫോമൻസ് വിൽ ബി റിവ്യൂഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ഫോർ കൺഫർമേഷൻ. അപ്പോൾ അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്തിന്? അയാളുടെ വർത്ത് പ്രൂവ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതെന്തായാലും സ്റ്റേറ്റ്മെന്റിനെ ഫോളോ ചെയ്യാണ് അസംഷൻ പറയുന്നത്. സോ ബോത്ത് 1 and 2 ആർ ഇംപ്ലിസിറ്റ്. ഇതെന്തുകൊണ്ടാണ് ശരിയായത്? കാരണം അപ്പോയിൻമെന്റ് ഓഫറിന്റെ സമയത്ത് നമുക്ക് ഒരിക്കലും ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് ജനറലി മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പ്രൊബേഷൻ പീരീഡ് എടുത്തിട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഇയാളുടെ കഴിവിനെ നമ്മൾ റിവ്യൂ ചെയ്തെടുക്കുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റിനെ കോൺട്രാക്റ്റ് അല്ല, ഫേവർ ആണ് ചെയ്യുന്നത്. സോ ബോത്ത് 1 and 2 ആർ ഇംപ്ലിസിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. An advertisement in the newspaper, learn a foreign language course to get a high paying job. ഇപ്പോൾ പറയാണ് ഓൾ ദോസ് ഹു ലേൺ ഫോറിൻ ലാംഗ്വേജ് ഗെറ്റ് ഹൈലി പെയ്ഡ് ജോബ്. വീണ്ടും ഡെഫിനറ്റ് ആയിട്ട് പറയാണ് എല്ലാ ആളുകളും ഫോറിൻ ലാംഗ്വേജ് പഠിച്ച എല്ലാ ആളുകൾക്കും ഹൈ പെയ്ഡ് ജോബ് കിട്ടും എന്നാണ് പറയുന്നത്. കിട്ടാൻ ചാൻസ് ഉണ്ടെന്നല്ലല്ലോ. കാരണം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ മെയിൻ ഉണ്ടെങ്കിലും കാര്യമില്ല. കാരണം ഓൾ എന്നാണ് പറയുന്നത്. ഓൾ എല്ലാ ആളുകൾക്കും എങ്ങനെയാണ് പറയുന്നത്? സോ വീണ്ടും ഇവിടെ ഓൾ എന്നുള്ള വേർഡ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് അസംഷൻ 1 എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യൂല, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. രണ്ടാമത് നോക്ക്, ഓൺലി. വീണ്ടും പറയാണ് ഓൺലി ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, തെറ്റായിരിക്കും. ഓൺലി എ ഫോറിൻ ലാംഗ്വേജ് ക്യാൻ ഗെറ്റ് സമ്മൺ എ ഹൈ പെയിങ് ജോബ്. വീണ്ടും ഇല്ലോജിക്കലാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ഇല്ലോജിക്കലാണ്. സോ ഇല്ലോജിക്കൽ ആണെങ്കിൽ നൈദർ 1 nor 2 ഈസ് ഇംപ്ലിസിറ്റ്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. The principal will address the students at 10 AM. You are requested to take your seats before 10 AM. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. പ്രിൻസിപ്പൾ 10 മണിക്കാണ് സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്യാൻ വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ പറയണം 10 മണിക്ക് മുന്നായിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ സീറ്റ് എന്ത് ചെയ്യണം? സീറ്റ് ഇരിക്കണം, അല്ലെങ്കിൽ അവിടെ പ്രസന്റ് ആയിരിക്കണം. സോ അസംഷൻ പറയുന്നു, ഇഫ് ദ സ്റ്റുഡൻറ് ഈസ് നോട്ട് ഓൺ ഹിസ് സീറ്റ് ബിഫോർ 10 AM ദ ഫംഗ്ഷൻ വിൽ നോട്ട് സ്റ്റാർട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ഈ ഒരു സ്റ്റുഡൻറ്റ് വരുന്നുണ്ടോ വരുന്നില്ലയോ നോക്കിയിട്ടല്ല ആ ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം കുട്ടികൾ വരുമോ വരാതിരിക്കുന്നതോ ഡിപ്പെൻഡ് ചെയ്യില്ല ഇൻ ദ ഫംഗ്ഷൻ മുന്നോട്ട് പോകുന്ന കാര്യം. അപ്പോൾ കൃത്യമായിട്ട് പറയണമല്ലോ, ആ ഒരു പോയിന്റ് ക്ലിയർ ആയിരിക്കുമല്ലോ. സ്റ്റുഡൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. സോ ഇതെന്താണ്? ഇല്ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഇല്ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്? സോ സ്റ്റേറ്റ്മെന്റ് 1 അല്ലെങ്കിൽ അസംഷൻ 1 എന്തല്ല ഫോളോ ചെയ്യൂല. രണ്ടാമത്തേക്ക് വാ, ദ ഫംഗ്ഷൻ വിൽ സ്റ്റാർട്ട് ആസ് ഷെഡ്യൂൾ. അത് ഉറപ്പല്ലേ? 100% കറക്റ്റ് അല്ലേ? ഏത് സമയമാണോ പറഞ്ഞത്? 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് തുടങ്ങിയിരിക്കുമല്ലോ. കാരണം വിൽ സ്റ്റാർട്ട് ആസ് ഷെഡ്യൂൾഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? കാരണം ഓൾറെഡി ഉള്ളൊരു പരിപാടിയാണ്. കാരണം ഒരു 10 AM എന്ന് പറയുന്നൊരു ടൈം ഇവിടെ തന്നിട്ടുണ്ട്. 10 AM ആണെങ്കിൽ 10 മണിക്ക് തുടങ്ങിയിരിക്കും. അതിന് പക്ഷേ കുട്ടികൾ വരുന്നോ വരാതിരിക്കുന്നോ നോക്കിയിട്ട് അത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു പരിപാടി ഇല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഇല്ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഏത് ഉത്തരം വരും? ഓൺലി 1 ഈസ് ഇംപ്ലിസിറ്റ്. ഓൺലി 1 അല്ല, ഓൺലി 2 ഈസ് ഇംപ്ലിസിറ്റ്. ഓക്കെ അല്ലേ? ഓൺലി 2 ഈസ് ഇംപ്ലിസിറ്റ്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് തലയിലൊക്കെ വന്നിട്ടുണ്ടാവും. സോ ഈ 20ാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ പറയണം. കമന്റ് ബോക്സിൽ ആൻസർ പറയുക. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് ക്ലിയർ ആവുമല്ലോ. ഓക്കെ, ആൻസർ ചെയ്യാം. കമന്റ് ബോക്സിൽ പറയാം. 20ാമത്തെ ക്വസ്റ്റ്യൻ 19 ക്വസ്റ്റ്യനിൽ നമ്മൾ പല ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയാണ് സ്റ്റേറ്റ്മെന്റ് അസംഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. സോ കൺക്ലൂഷൻ എങ്ങനെയാണോ അസംഷൻ ഈ രണ്ട് ചാപ്റ്ററും കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. സോ നോർമലി ഈ അസംഷൻ കണ്ടിട്ടുണ്ട്. കൺക്ലൂഷൻ്റെ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ മുന്നേ ചെയ്ത വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കണം. അതിൽ കുറച്ചും കൂടെ നല്ല ലോജിക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററായിട്ട് കാണാം. നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റേഴ്സ് ജസ്റ്റ് കമൻറ്റ് ഡൗൺ, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ നമുക്ക് വീണ്ടും ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. സോ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.